ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ക്രോഷ്യ ചെയ്യുന്നവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഫസ്റ്റ് തിങ്, പുള്ളിങ് യാൺ ടൈറ്റ് ആണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ അമിഗുർമിക്ക് വേണ്ടിയിട്ട് ഈ ഷനായി യാൺസ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പം മോസ്റ്റ് ഓഫ് ദ അമിഗുർമി സ്റ്റാർട്ടിങ് വരുന്നത് മാജിക് റിങ്ങിലാണ്. അപ്പം മാജിക് റിങ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യാൺ പിടിച്ച് വലിക്കുമ്പോൾ ഈ ഷനായി യാൺ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരം യാണാണ്. പിന്നെ നമ്മൾക്കാണെങ്കിൽ ആ ഒരു യാൺ വലിച്ചിട്ട് വേണമല്ലോ നമ്മുടെ മാജിക് റിങ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മാക്സിമം പതുക്കെ വേണം നമ്മൾ വലിക്കാൻ. നമ്മൾ നല്ല ടൈറ്റായിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഇളകിപ്പോയി. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇതുപോലെ യാൺ യൂസ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടീസിന് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അയച്ചു വെക്കാം. ഇങ്ങനെ നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു യാൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതിഞ്ഞു പോകും. അപ്പം മാക്സിമം ഇത് പെട്ടെന്ന് തന്നെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു തുമ്പത്ത് വന്ന് നമ്മൾ വീണ്ടും ഈ മാജിക് റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ യാൺ പിടിച്ച് വലിക്കുക. അങ്ങനെ സമയത്ത് ഇതെന്തായാലും പൊട്ടിപ്പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഇതുപോലെ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ കുറച്ച് കയറ്റിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വരത്തില്ല. ബട്ട് നേരെ തിരിച്ചത് ഇതുപോലെ തിൻ യാൺസിലാണെങ്കിൽ ആ കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ ബിഗിനേഴ്സ് ഈ ഒരു യാൺ യൂസ് ചെയ്യാതിരിക്കലാണ് ഭേദം. അതിന്റെ റീസൺ ഒക്കെ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാവേ. മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ സ്കിപ്പിംഗ് സ്റ്റിച്ചസ് ആണ്. ഇത് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, ഇത് കണ്ടോ, ഇതെൻ്റെ ക്രോഷ്യ ബൊക്കെയാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ആ ഒരു ഓട്ട ഉണ്ടല്ലോ, ഹോൾസ്, അത് നമ്മൾ മിക്ക ബൊക്കേസിലും കാണാനുണ്ടാവും. പക്ഷെ അത് എൻ്റെ ബൊക്കയിൽ ഈ ഒരു തുമ്പത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് മാത്രം. അതായത് ഈ ഒരു പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആദ്യത്തേലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നീടാണ് ചെയ്യാൻ തുടങ്ങിയത്. ഞാനിത് ആക്ച്വലി ഒരു വീഡിയോ കണ്ട് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും അതിൽ അവർ ചെയ്യുന്നതൊന്നും എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന പോലെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇത് കംപ്ലീറ്റ് ആവാറായപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ട് ഞാൻ ആ തുമ്പത്ത് മാത്രം ചെയ്തു വെച്ചത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നോക്കണം. ബിക്കോസ് ഈ ഒരു കാര്യം നമ്മുടെ പ്രൊജക്റ്റിന് നല്ലപോലെ അഫക്റ്റ് ചെയ്യും. ഇങ്ങനത്തെ ഉള്ളത് മാത്രമല്ല, ചില സമയത്ത് നമ്മൾ ഒരു അമിഗുർമിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു സ്റ്റിച്ച് മാറ്റിയിട്ട് അടുത്ത സ്റ്റിച്ചിലായിരിക്കും പോയിട്ട് ക്രോഷ്യ ചെയ്യേണ്ടാവുക. അതും നമ്മുടെ പ്രൊജക്റ്റിന് നല്ലപോലെ അഫക്റ്റ് ചെയ്യുവേ. മിസ്റ്റേക്ക് നമ്പർ 3 എന്ന് പറയുന്നത് നോട്ട് കൗണ്ടിങ് സ്റ്റിച്ചസ് ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ എന്തിനാ ഈ റോസും പിടിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത്. വേറൊന്നുമല്ല, ഈ ഒരു റോസ് ഞാനൊരു ട്യൂട്ടോറിയൽ നോക്കി ചെയ്തതാണ്. അപ്പം ആ ഒരു വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് 72 സ്റ്റിച്ചസോ അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷെ ഞാൻ കൗണ്ട് ചെയ്യാണ്ട് എനിക്ക് എത്ര നീളം വേണം എന്ന രീതിയിൽ ഞാൻ വെറുതെ അങ്ങോട്ട് സ്റ്റിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം പകുതി വെച്ച് പാളിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അത് സെറ്റ് ചെയ്തെടുത്തതാണ്. അതുപോലെ നമ്മുടെ പണ്ണിയുടെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഞാൻ സ്റ്റിച്ചസ് ഒന്നും കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിച്ച് മാർക്കർ കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആദ്യം മുതൽ അഴിച്ചിട്ട് വീണ്ടും ചെയ്തതാണ് ആ ഒരു ബണ്ണീനെ. പിന്നെ ഈ ഒരു സാധനം കണ്ടു, ഇത് ഞാൻ വെറുതെ ചെയ്തതാണ്. പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നതാണോ. പെർഫെക്റ്റ് എന്ന് ഉദ്ദേശിച്ച് എല്ലാ സ്റ്റിച്ചിൻ്റെ കാര്യമാണ് കേട്ടോ, ഈ കോർണറിൻ്റെ കാര്യമൊന്നും അല്ല. കോർണർ ചെറുതായിട്ട് പെർഫെക്റ്റ് ഇല്ലാതെ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മിസ്റ്റേക്ക് നമ്പർ 4 യൂസിങ് റോങ് യാൺ ടൈപ്പ് ആണ്. ഇതും ഇതിന് മുന്നേ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇതുപോലത്തെ തിനിയാണ് യൂസ് ചെയ്യാതിരിക്കാമെന്നാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്കൊരു തിക്ക് അക്രിലിക് യാൺ യൂസ് ചെയ്യാം കേട്ടോ. ബിക്കോസ് അതാകുമ്പോൾ നമുക്ക് നല്ലപോലെ സ്റ്റിച്ചസ് കാണാൻ പറ്റും. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാണ്ട് നോർമൽ ആയിട്ടുള്ള വാം കളേഴ്സ് ചൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം റെഡൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം അത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. നേരെ മറിച്ച് ബ്ലാക്കും ബ്രൗൺ ഒക്കെ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റിച്ചസ് കാണാൻ പറ്റാത്ത രീതിയിലാവും. നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ട് പ്രാക്ടീസ് ബേസിക് ആണ്. ഇതും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബേസിക് മര്യാദക്ക് പഠിക്കാണ്ട് നമ്മൾ വലിയ വലിയ പ്രോജക്ട്സിലേക്ക് പോകുന്നത് വലിയൊരു തെറ്റാണ്. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ അത് ട്യൂട്ടോറിയൽ നോക്കി ചെയ്താൽ അത് അടിപൊളിയായിരിക്കാം. പക്ഷേ നമുക്ക് ക്രോഷ്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് നല്ലപോലെ അറിഞ്ഞിരിക്കണം. അപ്പം ആദ്യം തന്നെ ബേസിക് മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞത് നമ്മൾ ട്യൂട്ടോറിയൽ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാവും. ബേസിക് പഠിക്കുക അങ്ങനെ ബേസിക് ആദ്യം തന്നെ പഠിക്കുന്നത് നല്ലൊരു കാര്യമാണെന്നാണ്. മിസ്റ്റേക്ക് നമ്പർ 5 ഹോൾഡിംഗ് ഹുക്ക് ഇൻകറക്റ്റ്ലി ആണ്. ഇത് ശരിക്കും ഇവിടെ പറയേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ പറയാൻ വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മൾ ക്രോഷ്യ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, നമുക്കൊന്നും അറിഞ്ഞുകൂടെന്നെങ്കിൽ നമ്മളിപ്പോൾ മാക്സിമം ബേസിക് സ്റ്റിച്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി നമ്മൾ യൂട്യൂബ് നോക്കുമല്ലോ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവർ തന്നെ ആയിരിക്കും നമുക്ക് യാണും ഹുക്കും ഒക്കെ പരിചയപ്പെടുത്തി തരുന്നത്. ആ ഒരു സമയത്ത് അവർ എങ്ങനെയാണ് ഹുക്ക് ഹോൾഡ് ചെയ്യുക അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പം ചിലപ്പം അവർ പറയുന്ന പോലെ നമുക്ക് ഹുക്ക് പിടിക്കണം പറ്റണം എന്നില്ല. അപ്പം ഞാൻ തന്നെ നോർമലായിട്ട് ഇതുപോലെയാണ് ഹുക്ക് പിടിക്കുന്നത്. പക്ഷേ ഞാൻ വേറെ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, അവർ വേറൊരു ടൈപ്പിൽ ഇങ്ങനെ ചെരിച്ചൊക്കെ പിടിച്ചിട്ടാണ് ഇതുപോലെയാണ് ഹുക്കൊക്കെ പിടിക്കുന്നത്. ചിലപ്പം അതിൽ അവർക്ക് അങ്ങനെ പിടിച്ചാൽ ഫാസ്റ്റ് കിട്ടായിരിക്കാം. പക്ഷെ നേരെ ഞാൻ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മര്യാദക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല.
അപ്പം ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള കംഫർട്ട് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഹുക്ക് പിടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ പിടിക്കുക. അല്ലാതെ വീഡിയോസിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് കംഫർട്ടായിട്ടുള്ളതായിരിക്കും അവർ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവുക. അപ്പം അതനുസരിച്ച് നമ്മൾ ചെയ്തതിന് നമുക്ക് കംഫർട്ട് കിട്ടണം എന്നില്ല. മിസ്റ്റേക്ക് നമ്പർ 6 നോട്ട് ഫിനിഷിങ് പ്രോപ്പർലി ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു ഗ്രാനി സ്ക്വയർ ആണ്. ഇതിൻ്റെ ഈ ഒരു തുമ്പ് കണ്ടല്ലോ നമ്മൾ ചെയ്ത് ഫിനിഷ് ആയിട്ടുള്ള ആ ഒരു ഭാഗമാണ്. അപ്പം ഞാനിത് കുറച്ച് കയറ്റി വെട്ടിയേക്കണതാണ്. ചിലവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ തുമ്പത്തെ വെച്ച് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിക്കോസ് അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളിത് എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇതന്നെ തുമ്പെന്ന് ഇങ്ങനെ അതിന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തുമ്പ് ഇതുപോലെ ആ കോർണറിൽ തന്നെ ഇങ്ങനെ കയറ്റിയും ഇറക്കിയും ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കും. ബാക്കി പൊന്തി വരുന്ന ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ അങ്ങനെ ഊരി വരുന്ന ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. ഇപ്പം ഇത് കണ്ടില്ലേ, ഈ ഒരു തുമ്പത്ത് ആ ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ. ഈ ഒരു കാണുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഊരിപ്പോരത്തില്ല. മിസ്റ്റേക്ക് നമ്പർ 7 ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈ ഒരു പ്രൊജക്റ്റ് വീണ്ടും കാണിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ആക്ച്വലി ഈ ഒരു റൗണ്ട് വരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ബൊക്കെ. വേറെ ഒന്നുമല്ല, എനിക്ക് വലുതാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ. എനിക്ക് എന്നെക്കൊണ്ട് ഇത്രയും വലിയ റൗണ്ട് ആക്കാൻ പറ്റുമോ, ഞാൻ ചെയ്താൽ തെറ്റിപ്പോവോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇനി അവിടം വരെയും ചെയ്താൽ മതി, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ വീണ്ടും ഞാൻ വാങ്ങിയപ്പം അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ അതെ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. മിസ്റ്റേക്ക് നമ്പർ 8 നോട്ട് ഫോളോയിങ് പാറ്റേൺ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഈ സൺഫ്ലവർ കാണിക്കാൻ കാരണം? വേറെ ഒന്നല്ല, ഈ ഒരു സൺഫ്ലവറിൻ്റെ പെറ്റൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഈ ഒരു ഉള്ളിലെ സാധനം ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ് മാത്രം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എനിക്കറിയാം എന്ന രീതിയിൽ ചെയ്തതാട്ടോ. പക്ഷേ ഈ ഒരു തുമ്പ് കണ്ടോ എന്തോ ഒരു പ്രശ്നം, അത് ഇതുപോലെ കിട്ടിയതാണ്. പകുതി മാത്രം കണ്ട് ഫുൾ എനിക്കറിയാം എന്ന രീതിയിൽ ചെയ്തിട്ട്. അപ്പം ഏതായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവേ. പിന്നെ നമ്മുടെ ചാനൽ റോഡ് ടു 2K ആണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.